അപ്പം നമ്മൾ കോമ്പൗണ്ടിന് പേരിടാൻ പഠിച്ചു അല്ലേ? പേരിടാൻ പഠിച്ചു. സിംഗിൾ ബോണ്ടിൻ്റെ പേര് മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഇനി നമ്മൾ സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ടൊക്കെ പേര് എന്ത് ചെയ്യാൻ പോവാണ്? പഠിക്കാൻ പോവാണ്. നമ്മൾ ഇവിടെ നോക്കേണ്ട കാര്യം, നമ്മൾ ആൽക്കീൻ്റെ പേര് എഴുതുമ്പോൾ അല്ലെങ്കിൽ ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട് പേര് എഴുതാൻ ഭയങ്കര എളുപ്പം. നോക്കും, സപ്പോസ് CH3 CH4, ഇതിൻ്റെ പേരെന്താ? എത്ര കാർബൺ ഉണ്ട്? ഒരു കാർബൺ. സോ മെത്ത്. എന്ത് ബോണ്ട് ഇടയിലുള്ള ബോണ്ട് ഒന്നും കാണുന്നില്ല. സോ സിംഗിൾ ബോണ്ട്, മീതെയിൻ. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ വേറൊരു കോമ്പൗണ്ട് ഞാൻ തരുവാണ്. CH3 CH2 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 CH3. ജസ്റ്റ് ഒരു കോമ്പൗണ്ട് നിങ്ങൾക്ക് തന്നേക്കുവാണ്. ഇതിനകത്ത് എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 5. മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെൻറ്റ്. 5 എന്ന് പറയുമ്പോൾ പെൻറ്റ്. എല്ലാ ബോണ്ടും എന്താണ്? സിംഗിൾ ബോണ്ടാണ്. സോ എന്താ പേര്? പെൻറ്റെയിൻ. സിമ്പിളാണ്, പേരെഴുതാൻ സിമ്പിളാണ് അല്ലേ? മീതെയിൻ, ഈതെയിൻ, പ്രൊപ്പെയിൻ, ബ്യൂട്ടെയിൻ, പെൻറ്റെയിൻ, ഹെക്സെയിൻ, ഹെപ്റ്റെയിൻ, ഒക്ടെയിൻ, നണ്ണെയിൻ, ഡെക്കെയിൻ. കഴിഞ്ഞു, അത്രേ ഉള്ളൂ പേര്. ഓക്കെ, സോ നമ്മൾ ഡബിൾ ബോണ്ടിന് പേര് കൊടുക്കുമ്പോഴാണ് കുറച്ചുകൂടെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഡബിൾ ബോണ്ടിന് പേര് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിൻ്റെ പൊസിഷൻ നമ്പറും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. ഡബിൾ ബോണ്ടിൻ്റെ അപ്പോൾ നമ്മൾ ആൽക്കീന് പേര് കൊടുക്കാൻ പഠിക്കുവാണ്. ആൽക്കീനിന് പേര് കൊടുക്കാൻ പഠിക്കുവാണ്. ആൽക്കീനിന് പേര് കൊടുക്കുന്നതിന് മുന്നേ അതിൻ്റെ പൊസിഷൻ നമ്പർ എന്താണെന്ന് നമ്മൾ പഠിക്കണം. പൊസിഷൻ നമ്പർ എന്താണെന്ന് പഠിക്കണം. പൊസിഷൻ നമ്പർ എത്രാമത് നിൽക്കുന്നു എന്നുള്ള നമ്പർ. ഓക്കെ അല്ലേ? പൊസിഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ എത്രാമത് നിൽക്കുന്നു. വളരെ സിമ്പിളാണ്. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മൾ പൊസിഷൻ നമ്പർ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ നോക്ക്. സോ എൻ്റെ കയ്യിലൊരു കോമ്പൗണ്ട് ഉണ്ട്. കോമ്പൗണ്ട് ഇതാണ് CH3 CH2 ഡബിൾ ബോണ്ട് CH. ഓക്കെ, സിംഗിൾ ബോണ്ട് CH3. ഓക്കെ, സപ്പോസ് നമുക്കൊരു മാറ്റം വരുത്താം, CH2 CH3. സോ ഇതാണ് എൻ്റെ കോമ്പൗണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മൾ ചെയ്യേണ്ട പരിപാടി, ഇത് ആൽക്കീൻ അല്ലേ, ഡബിൾ ബോണ്ടുള്ള കോമ്പൗണ്ട് അല്ലേ? നമ്മൾ ചെയ്യേണ്ട പരിപാടി, ഇവിടെ ഈ ആൽക്കീനിൽ ഡബിൾ ബോണ്ട് എത്രാമത്തെ കാർബണിലാണ് വരുന്നതെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ശ്രദ്ധിക്കുക, ഞാൻ ഇവിടെ എണ്ണാൻ പോവാണേ. ഇത് 1ാമത്തെ കാർബൺ. ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ടോ? ഇല്ല. ഇത് 2ാമത്തെ കാർബൺ. 2ാമത്തെ കാർബണിൽ ഡബിൾ ബോണ്ട് ഉണ്ടോ? യെസ്, 2ാമത്തെ കാർബണിലാണ് എന്തുള്ളത്? ഡബിൾ ബോണ്ട് ഉള്ളത്. നമ്മളൊന്ന് പൂർത്തീകരിക്കാൻ വേണ്ടി വാക്യങ്ങൾ എണ്ണുവാണ്. 1 2 3 4 5. സോ നമ്മൾ കണ്ടുപിടിച്ചു കാർബണിൻ്റെ പൊസിഷൻ നമ്പർ എന്താണ്? 2 പറയാൻ വരട്ടെ. ഒരു കാര്യം കൂടെ നമ്മൾ നോക്കണം. നമ്മളിപ്പോൾ ഏത് ഡയറക്ഷനിലാണ് എണ്ണിയത്? ഈ ഡയറക്ഷനിലല്ലേ? ആ ഡയറക്ഷനിൽ മാത്രം പോരാ, ഈ ഡയറക്ഷനിൽ എണ്ണണം. ഈ ഡയറക്ഷനിൽ എങ്ങനെയാണ് എഴുതുന്നത്? ഈ ഡയറക്ഷനിൽ നമ്മൾ എങ്ങനെ എഴുതും? ഓക്കെ, ഈ ഡയറക്ഷൻ എഴുതാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്ത് ഇവിടുന്ന് തുടങ്ങാം. ഇതിനെ നമ്മൾ എന്ത് വിളിക്കുക? 1. 1ാമത്തെ കാർബണിൽ ഡബിൾ ബോണ്ട് ഉണ്ടോ? ഇല്ല. 2ാമത്തെ കാർബണിൽ ഡബിൾ ബോണ്ട് ഉണ്ടോ? ഇല്ല. 3ാമത്തെ കാർബണിൽ ഡബിൾ ബോണ്ട് ഉണ്ടോ? ഉണ്ട്. 3ാമത്തെ കാർബണിൽ ഡബിൾ ബോണ്ട് ഉണ്ട്. 4ാമത്തെ കാർബണിൽ ഇല്ല. 4ാമത്തെ കാർബൺ പിന്നെ നോക്കണ്ട. ഓക്കെ, സോ നമുക്ക് മനസ്സിലായി, അങ്ങോട്ട് നമ്മൾ എണ്ണിയപ്പോൾ നമ്മുടെ പൊസിഷൻ നമ്പർ നമുക്ക് എത്ര കിട്ടിയത്? 2 കിട്ടിയത്. ഇങ്ങോട്ട് നമ്മൾ എണ്ണിയപ്പോൾ നമ്മുടെ പൊസിഷൻ നമ്പർ എത്രയാണ് കിട്ടിയത്? 3 കിട്ടിയത്. സോ നമുക്ക് 2 പൊസിഷൻ നമ്പർ കിട്ടി. 2 കിട്ടി, 3 കിട്ടി. നമ്മൾ ഇതിൽ ഏതാണ് എടുക്കേണ്ടത്? നമ്മളെപ്പോഴും പൊസിഷൻ നമ്പർ എടുക്കുമ്പോൾ ലോവസ്റ്റ് നമ്പർ വേണം എടുക്കാൻ വേണ്ടി. പൊസിഷൻ നമ്പർ എന്തായിരിക്കണോടാ? ലോവസ്റ്റ് നമ്പർ ആയിരിക്കണം. പൊസിഷൻ നമ്പർ എപ്പോഴും എന്തായിരിക്കണം? ലോവസ്റ്റ് നമ്പർ ആയിരിക്കണം. 2ലും 3ലും ഏതാണ് പൊസിഷൻ നമ്പർ ലോവസ്റ്റ്? ഏത് നമ്പറാണ് ചെറുത്? 2 ചെറുത്. സോ നമ്മളിവിടെ എടുക്കുന്ന പൊസിഷൻ നമ്പർ എന്തായിരിക്കണം? 2 ആയിരിക്കണം. ഒന്നുമില്ലടാ, പൊസിഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ എത്രാമത്തെ കാർബണിൽ ഡബിൾ ബോണ്ട് വരുന്നു കണ്ടുപിടിക്കാൻ വേണ്ടി സിമ്പിളായിട്ട് കാർബണിന് നമ്പർ കൊടുക്കുക. ഏത് നമ്പറിലാണോ കാർബൺ ഡബിൾ ബോണ്ട് വരുന്നത് അതാണ് നമ്മുടെ പൊസിഷൻ നമ്പർ. ഒരു സൈഡിലോട്ട് മാത്രം എണ്ണി നിർത്തരുത്, തിരിച്ചും എണ്ണി നോക്കുമ്പോൾ 2 സൈഡിലും കിട്ടിയ നമ്പർ എടുത്ത് കമ്പയർ ചെയ്യുക. ആ കമ്പയർ ചെയ്ത നമ്പറിൽ ചെറിയ നമ്പർ ആരാണോ അവരാണ് പൊസിഷൻ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പൊസിഷൻ നമ്പർ കണ്ടുപിടിക്കാൻ സിമ്പിളാണ്. പൊസിഷൻ നമ്പർ കണ്ടുപിടിക്കാൻ നമ്മൾ
അപ്പോൾ നമ്മൾ പൊസിഷൻ നമ്പറൊക്കെ ഇടാൻ പഠിച്ചു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്യാം. എന്താണ് പൊസിഷൻ നമ്പർ? പൊസിഷൻ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കോമ്പൗണ്ട് എടുക്കുമ്പോൾ ആ കോമ്പൗണ്ടിൽ നമ്മൾ സിംഗിൾ ബോണ്ട് അല്ലാണ്ട് അധികമായിട്ട് വരുന്ന ഒരാളുണ്ടല്ലോ, അയാളുടെ പൊസിഷൻ, അതായത് ഒരാൾ ഇരിക്കുന്ന സ്ഥലം, പൊസിഷൻ നമ്പർ. ഓക്കെ, ഈ കേസിൽ നമ്മളിവിടെ പൊസിഷൻ നമ്പർ കണ്ടുപിടിക്കുന്നത് ഡബിൾ ബോണ്ടിന്റെ ആണ്. എങ്ങനെയാണ് നമ്മൾ പൊസിഷൻ നമ്പർ കണ്ടുപിടിക്കുന്നത്? സിമ്പിൾ ആയിട്ട് കാർബണിനല്ല ഓരോ നമ്പർ ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്പർ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നേരെയും നമ്പർ ഇടണം, ഇപ്പുറത്തും നമ്പർ ഇടണം, രണ്ട് സൈഡിൽ നമ്പർ ഇട്ട് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഞാൻ ഈ കേസിൽ നിങ്ങൾക്ക് നമ്പർ ഇട്ട് കാണിച്ചു തരാം. ജസ്റ്റ് ഇതാ ഈ ഒരു കാർബണെ നോക്കേ, ഈ ഒരു കാർബണെ നോക്കേ, നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് നമ്പർ ചെയ്യാൻ പോവാണേ. 1 ഒന്നാമത്തെ കാർബണാണത്. 2 രണ്ടാമത്തെ കാർബണിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ എന്ത് വന്നു? ഡബിൾ ബോണ്ട് വന്നു. സോ അങ്ങോട്ട് എണ്ണിയപ്പോൾ നമുക്ക് കിട്ടിയ പൊസിഷൻ നമ്പർ എത്രയാണ്? 2 ആണ്. ഓക്കെ, 3 ഇത് മൂന്നാമത്തെ കാർബൺ, നാലാമത്തെ കാർബൺ. ഓക്കെ, തിരിച്ച് എണ്ണി നോക്കാം, തിരിച്ചും എണ്ണി നോക്കാം. 1 രണ്ടാമത്തെ കാർബണിൽ വന്നപ്പോൾ പിന്നെയും എന്ത് വന്നു? ഇവിടെ നിന്ന് ഇങ്ങോട്ട് വായിച്ചു നോക്കുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് എഴുതി നോക്കുക. രണ്ടാമത്തെ കാർബണിൽ വന്നപ്പോൾ പിന്നെയും എന്ത് വന്നു? ഡബിൾ ബോണ്ട് വന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി 2 ആണ് ഇവിടുത്തെയും പൊസിഷൻ നമ്പർ. സോ മുകളിലും താഴെയും 2 വന്നു, അതായത് അങ്ങോട്ട് എണ്ണിയപ്പോൾ ഇങ്ങോട്ട് എണ്ണിയപ്പോൾ 2 വന്നു കഴിഞ്ഞാൽ നമ്മൾ 2 നമ്പർ പൊസിഷൻ നമ്പർ ആയിട്ട് കിട്ടിയാൽ നമ്മൾ എന്താ ചെയ്യുക? അതിന്റെ ലോവസ്റ്റ് എടുക്കണം, ചെറിയ നമ്പർ എടുക്കണം അല്ലേ? അപ്പോൾ ഇവിടെ 2ഉം 2 ആയതിനെ കൊണ്ട് തന്നെ ഇവിടുത്തെ പൊസിഷൻ നമ്പർ എത്രയാണ്? 2 ആണ്. ഇനി ഈ പൊസിഷൻ നമ്പർ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ പേര് കൊടുക്കുന്നത്, കോമ്പൗണ്ടിന് എങ്ങനെയാണ് പേര് കൊടുക്കുന്നത് എന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കാം, നോമൻക്ലേച്ചർ ഓഫ് ആൽക്കീൻ. നോമൻക്ലേച്ചർ ഓഫ് ആൽക്കീൻ ഞാൻ ശരിക്കും ഈ വീഡിയോ നേരത്തെ എടുത്തതാണ്. വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് വീഡിയോക്ക് ശബ്ദമില്ലാന്ന്. നമുക്ക് എന്തായാലും ഒന്നുകൂടെ പോകാം. ഓക്കെ, സോ നോക്കാം, ഇതെല്ലാം ജസ്റ്റ് ഒന്ന് വായിക്കാം. നമ്മൾ പേര് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്. എന്താണ് സംഭവം? അതായത് നമ്മൾ നേരത്തെ പേര് കൊടുത്തിട്ടുണ്ട് വേർഡ് റൂട്ടിന്റെ കൂടെ എയ്നോ ഈനോ ഐനോ ആഡ് ചെയ്ത് കൊടുത്തിട്ടായിരുന്നു അല്ലേ? അപ്പൊ അതേപോലെ തന്നെ ഇവിടെയും സെയിം ആണ്. വേർഡ് റൂട്ട് ആദ്യം എഴുതുക. എന്താണ് വേർഡ് റൂട്ട്? നിങ്ങൾ മറന്നുപോയോ? വേർഡ് റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബണിന്റെ എണ്ണത്തിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ആൽഫബറ്റ്സ് ആണ് വേർഡ് റൂട്ട്. മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെൻഡ്, ഹെക്സ്, ഹെപ്റ്റ ആണ് വേർഡ് റൂട്ട്. വേർഡ് റൂട്ടിന്റെ കൂടെ പുതുതായിട്ട് നമ്മൾ ഒരാളെയും കൂടെ ചേർക്കൂടാം. അയാളാണ് പൊസിഷൻ നമ്പർ. ആൽക്കൈൻ്റെ പേര് എഴുതുമ്പോൾ പ്രശ്നമൊന്നുമില്ല. ആൽക്കൈനിൽ പ്രത്യേകിച്ച് പുതുതായിട്ട് ഒരാളും ഇല്ല. ആൽക്കീൻ്റെ പേര് എഴുതുമ്പോൾ അവിടെ ഒരു ഡബിൾ ബോണ്ട് എക്സ്ട്രാ ഉണ്ട് അല്ലേ? സോ ആ ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ നമ്പർ നമ്മൾ എന്ത് ചെയ്യണം? സ്പെസിഫൈ ചെയ്ത് പറയണം. ഒരു ആൽക്കീൻ്റെ പൊസിഷൻ നമ്പർ നമ്മൾ എന്ത് ചെയ്യണം? സ്പെസിഫൈ ചെയ്ത് പറയണം. അപ്പോൾ വേർഡ് റൂട്ടിൻ്റെ കൂടെ ഐന് ചേർക്കാണ്ട് അതിന്റെ ഇടയിൽ എന്തുകൂടെ എഴുതണം? ആ കാർബണിൽ, ആ ഒരു കോമ്പൗണ്ടിൽ എവിടെയാണ് ഡബിൾ ബോണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? സ്പെസിഫൈ ചെയ്യണം. സോ വേർഡ് റൂട്ട് എഴുതണം, എന്നിട്ട് അതിന്റെ പൊസിഷൻ നമ്പർ എഴുതണം, എന്നിട്ട് അതിന്റെ കൂടെ എന്ത് ചെയ്യണം? ഈനാണോ ഐനാണോ എയ്നാണോ എന്ന് എഴുതണം. എന്താണ് ഈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഈൻ എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ട് ആണെങ്കിൽ നമ്മൾ ഈൻ എന്ന് ചേർക്കും, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഐൻ എന്ന് ചേർക്കും. അതാണ് സംഭവം, വേറെ കാര്യമൊന്നുമില്ല. ഓക്കെ, സോ നമ്മൾ എന്താ ചെയ്യാൻ പോണത്? വേർഡ് റൂട്ട് ആദ്യം എഴുതും, അതിന്റെ കൂടെ പൊസിഷൻ നമ്പർ ആഡ് ചെയ്യും, എന്നിട്ട് ഈനാണോ ഐനാണോ എന്ന് വെച്ചാൽ നമുക്കൊരു എക്സാമ്പിൾ വഴി നോക്കാം. ഓക്കെ, സോ ലുക്ക് അറ്റ് ദിസ് കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ട് നോക്കിയാ, ഈ കോമ്പൗണ്ട് നോക്കേ. സോ ഞാൻ എല്ലാം ജസ്റ്റ് ഒന്ന് വായിക്കാം. ഓക്കെ, ഈ കോമ്പൗണ്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തുണ്ട്? ഒരു ഡബിൾ ബോണ്ട് കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും അല്ലേ? അപ്പോൾ ഞാൻ ആദ്യം ഇതിന്റെ പൊസിഷൻ നമ്പർ കണ്ടുപിടിക്കാൻ പോകണേ. സോ പൊസിഷൻ നമ്പർ കണ്ടുപിടിക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്ത് ചെയ്താൽ മതി? കാർബൺ നമ്പർ എടുക്കാൻ മതി. ഒന്നാമത്തെ കാർബൺ ഡബിൾ ബോണ്ട് ഒന്നുമില്ല. രണ്ടാമത്തെ കാർബൺ ഡബിൾ ബോണ്ട് ഒന്നുമില്ല. മൂന്നാമത്തെ കാർബണിൽ എന്തുണ്ടാ? ഡബിൾ ബോണ്ട് ഉണ്ട്. ഞാനിവിടെ ഡബിൾ ബോണ്ട് മാർക്ക് ചെയ്തു. ഇനി അങ്ങോട്ട് എണ്ണി കഴിഞ്ഞു, ഇനി തിരിച്ചെണ്ണുമ്പോൾ ഞാനിവിടെ ഒന്നൊന്ന് കാർബൺ മാർക്ക് ചെയ്യുമ്പോഴേ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ കാർബണിനകത്ത് എന്തുണ്ട്? ഡബിൾ ബോണ്ട് ഉണ്ട്. ആ കാർബണിനകത്ത് ഡബിൾ ബോണ്ട് ഉണ്ട്. സോ ഇതിന്റെ പൊസിഷൻ നമ്പർ എന്താണ്? ഈ 1 തന്നെയാണ് ഇതിന്റെ പൊസിഷൻ നമ്പർ. അപ്പോൾ നമുക്ക് 2 പൊസിഷൻ നമ്പർ കിട്ടി, 3 കിട്ടി, 1 കിട്ടി. ഏതാ നമ്മൾ എടുക്കണ്ടേ? ചെറിയ നമ്പർ ഏതാണോ ആ ചെറിയ നമ്പർ വേണം എടുക്കാൻ വേണ്ടി. ഇതിലത്തെ ചെറിയ നമ്പർ 1 ആണ് ചെറിയ നമ്പർ. സോ ഇവിടുത്തെ പൊസിഷൻ നമ്പർ എത്രയാണ്? 1 ആണ്. മൈൻഡിൽ വെച്ചേക്കാം. ഇനി എങ്ങനെയാ പേര് എഴുതുന്നത്? പേര് എഴുതുന്നതിന് നമ്മൾ ആദ്യം വേർഡ് റൂട്ട് എഴുതണം. വേർഡ് റൂട്ട് എന്താ? മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട് അല്ലെ? മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്. സോ ഞാൻ ആദ്യം ബ്യൂട്ട് എന്ന് എഴുതി. അടുത്ത നമ്മൾ നിയമപ്രകാരം എന്താ പറയുന്നത്? ബ്യൂട്ടിന്റെ കൂടെ പൊസിഷൻ നമ്പർ എഴുതണം അല്ലെ? ഇവിടുത്തെ പൊസിഷൻ നമ്പർ എത്ര? പൊസിഷൻ നമ്പർ 1 ആണ്. പൊസിഷൻ നമ്പർ 1 ആണ്. ഇങ്ങനെ നമ്മൾ ഡയറക്റ്റ് എഴുതി കഴിഞ്ഞാൽ ഇത് തെറ്റിപ്പോകും. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു IUPAC എന്ന് പറഞ്ഞ ഒരു സംഘടനയാണ് ഇതിനെല്ലാം പേര് കൊടുക്കാനുള്ള ഓരോ കൺവെൻഷൻ കൊടുക്കുന്നത് അല്ലെ? അപ്പോൾ ഈ കൺവെൻഷൻ കൊടുക്കുമ്പോൾ അത് പ്രത്യേക മീൻസ് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് IUPAC വെച്ചിട്ടുണ്ട്. അതിലൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻ ആണ് നമ്മളൊരു വേർഡും ഒരു നമ്പരും എപ്പോഴെങ്കിലും നമ്മൾ പേര് കൊടുക്കുമ്പോൾ എഴുതുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു ഹൈഫൻ കൊടുക്കണം. അതായത് നമ്മളിപ്പോൾ ഒരു വേർഡ് എഴുതുവാണ്. സോ എക്സാമ്പിൾ ബ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൽഫബറ്റ് ആണ്, വേർഡാണ് അല്ലെ? അടുത്ത 1 എന്ന് പറഞ്ഞ ഒരു നമ്പറാണ്. അപ്പോൾ വേർഡും നമ്പരും കൂടെ എഴുതുവാണെന്നുണ്ടെങ്കിൽ ഒരു വേർഡും ഒരു നമ്പരും അടുത്തടുത്ത് വരുവാണെന്നുണ്ടെങ്കിൽ IUPAC പ്രകാരം അതിൻ്റെ ഇടയിൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ഒരു ഗ്യാപ്പ് ഇടണം, ഒരു ഹൈഫൺ ഇടണം. അവരെ തമ്മിൽ വേർതിരിച്ചറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഹൈഫൺ ഇടണം. സോ ഒരു വേർഡ് വന്നു, ഒരു നമ്പർ വന്നു, ഞാൻ എന്ത് ചെയ്തു? അതിൻ്റെ ഇടയിൽ വേർതിരിക്കാൻ വേണ്ടി എന്തിടുന്നു? ഒരു ഹൈഫൺ ഇടുന്നു. എപ്പോൾ നിങ്ങളുടെ പേരെഴുതുമ്പോഴും ഒരു വേർഡും നമ്പരും അല്ലെങ്കിൽ നമ്പരും വേർഡും ഒരുമിച്ച് വരുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ എന്തിടണം? ഒരു ഹൈഫൺ ഇടണം. ഓക്കെ അല്ലേ? സോ ബ്യൂട്ട് 1 ഈൻ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ?
എന്തെങ്കിലും പ്രശ്നമുണ്ടോ? യെസ്, ഇതൊരു നമ്പറാണ്, ഇതൊരു വേർഡാണ്. സോ നമ്പറിന്റെ വേർഡിന്റെ ഇടയിൽ എപ്പോഴും എന്ത് വേണം? ഒരു ഹൈഫൻ വേണം. സോ ബ്യൂട്ട് വൺ ഈൻ. ഇനി ഈ സോറി ഈ ഈൻ എവിടുന്ന് വന്നു? ഈൻ എങ്ങനെ നമുക്ക് മനസ്സിലായത് ഈനാണെന്ന് എങ്ങനെ മനസ്സിലായത്? എടാ ഇത് ഡബിൾ ബോണ്ട് ആണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഡബിൾ ബോണ്ട് ആണെങ്കിൽ ഈനെന്ന് എഴുതാം, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ഐനെന്ന് എഴുതാം, സിംഗിൾ ബോണ്ട് ആണെങ്കിൽ എയ്നെന്ന് എഴുതാം അല്ലേ? സോ ഇത് ഡബിൾ ബോണ്ട് ആണെന്നുകൊണ്ടാണ് നമ്മൾ എന്തിട്ടത്? ഈനെന്ന് ഇട്ടത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. നമുക്ക് ഒരു കോമ്പൗണ്ട് പേരോട് എഴുതാം. ഓക്കെ, ഇത് ഒരു കാര്യം പറയട്ടെ. ബ്യൂട്ട് വൺ ഈനെ വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ബ്യൂട്ടീൻ എന്നങ്ങ് എഴുതാം. എന്നാ പരിപാടിയാ അല്ലെ? ബ്യൂട്ട് വണ്ണീനെ ഡയറക്റ്റ് നമുക്ക് വേണമെങ്കിൽ ബ്യൂട്ടീൻ എന്ന് എഴുതാം. റീസൺ എന്താ? വൈ? എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും? കാരണം വണ്ണ് വന്നു കഴിഞ്ഞാൽ കെമിസ്ട്രിയിൽ സാധാരണയായിട്ട് നമ്മൾ എന്ത് ചെയ്യാറില്ല? എഴുതാറില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് ഒരു സംഭവം കാണിച്ചു. നമ്മൾ നേരത്തെ ഇവിടെ പേരിടാൻ പഠിച്ചപ്പോഴത്തേക്കും നോക്കിയേ ഇവിടെ നമ്മൾ പേരിടാൻ പഠിച്ചപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. നമ്മൾ ഇവിടെ പ്രൊപ്പീൻ എന്ന് അങ്ങ് ഡയറക്റ്റ് എഴുതിയുള്ളൂ. ഞാനിവിടെ പോസ്റ്റ് നമ്പറൊന്നും കൊടുത്തില്ല. ഞാൻ എന്തുകൊണ്ടാണ് കോൺഫിഡൻസി പോസ്റ്റ് നമ്പർ കൊടുക്കുക എഴുതിയെന്ന് അറിയാമോ? ഈ പ്രൊപ്പീനകത്ത് ഈ കാർബണിനകത്താണ് ഡബിൾ ബോണ്ട് വരുന്നത്. അത് ഒന്നാമത്തെ കാർബണിനകത്താണ് എന്ത് ഡബിൾ ബോണ്ട് വരുന്നത്. ശരിക്കും ഇത് നിയമപ്രകാരം പ്രൊപ്പ് വൺ ഈനാണ്. ഇവിടെ നിയമപ്രകാരം എന്താണ്? പ്രൊപ്പ് വൺ ഈനാണ്. പൊസൻ നമ്പർ വണ്ണ് വന്നതിനെ കൊണ്ട് വേണമെങ്കിൽ നമുക്ക് അതിനെ ഡയറക്റ്റ് എന്ത് എഴുതാം? പ്രൊപ്പീൻ എന്ന് എഴുതാം. ഒരു പ്രശ്നമില്ല. പ്രൊപ്പ് ടു ഈൻ എന്നായിരുന്നു ഇവിടുത്തെ പൊസൻ നമ്പർ വന്നേന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. പ്രൊപ്പ് വൺ ഈൻ എന്നായതുകൊണ്ട് മാത്രം നമുക്ക് വേണമെങ്കിൽ പ്രൊപ്പ് വൺ ഈനെ എന്ത് ചെയ്യാം? പ്രൊപ്പീൻ എന്ന് എഴുതാം. ബ്യൂട്ട് വൺ ഈനെ വേണമെങ്കിൽ ബ്യൂട്ടീൻ എന്ന് എഴുതാം. പെൻറ്റ് വൺ ഈനെ വേണമെങ്കിൽ പെൻറ്റീൻ എന്ന് എഴുതാം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? വണ്ണ് വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ പൊസിഷൻ നമ്പർ ഇടാൻ നമുക്ക് നേരെ എന്ത് ചെയ്യാം? ചേർത്ത് എഴുതാൻ പറ്റും. അത്രേ ഉള്ളൂ. പരിപാടി സിമ്പിളാണ്. പരിപാടിയൊക്കെ സിമ്പിളാണ്. ഓക്കെ, നമുക്ക് അടുത്ത കോമ്പൗണ്ട് പേര് കൊടുക്കാം. യെസ്, ഈ കോമ്പൗണ്ട് പേര് കൊടുക്കാം. ഓക്കെ, ഞാൻ ഈ പൊസിഷൻ നമ്പർ ജസ്റ്റ് മായിച്ചോട്ടെ. കാരണം ഞാൻ പറഞ്ഞില്ല, ഒരു പ്രാവശ്യം ഞാൻ വീഡിയോ എടുത്തായിരുന്നു. ഓക്കെ, സോ CH3 നമുക്ക് ആദ്യം പൊസിഷൻ നമ്പർ കണ്ടുപിടിക്കാം. വളരെ സിമ്പിൾ. 1 2 2ൽ നോക്കിയപ്പോൾ ഞാൻ എന്ത് കണ്ടു? ഡബിൾ ബോണ്ട് കണ്ടു. അതിനർത്ഥം 2 ആണ് അവിടുത്തെ പൊസിഷൻ നമ്പർ. യെസ്, 3 4. ഓക്കെ, അപ്പോൾ അങ്ങോട്ട് എണ്ണിയപ്പോൾ നമുക്ക് 2 ആണ് പൊസിഷൻ നമ്പർ കിട്ടി. തിരിച്ചെണ്ണാം. 1 2 തിരിച്ചെണ്ണപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 2 തന്നെ കിട്ടി. ഓക്കെ, അപ്പോൾ പൊസിഷൻ നമ്പർ എന്താണ്? 2 ആണ്. ഇനി ഇതിന്റെ പേര് കൊടുക്കണം. പേര് എങ്ങനെ കൊടുക്കുന്നത്? ആദ്യം വേർഡ് റൂട്ട് എടുക്കണം. വേർഡ് റൂട്ട് എന്താ? മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്. ഞാൻ ആദ്യം ബ്യൂട്ട് എന്ന് എഴുതി. ഇനി എന്താണ് പൊസിഷൻ നമ്പർ? 2 ആണ് പൊസിഷൻ നമ്പർ. ബ്യൂട്ട് 2. എന്താണ് ബോണ്ട്? ഏതാണ്? ഡബിൾ ബോണ്ട് ആണ്. ഡബിൾ ബോണ്ട് ആണെങ്കിൽ ഈൻ ചേർക്കണം. ബ്യൂട്ട് 2 ഈൻ. പറയടാ, ഇത് ശരിയാണോ? IUPAC നിയമപ്രകാരം ഈ എഴുതിയിരിക്കുന്നത് ശരിയാണോ? IUPAC നിയമപ്രകാരം എഴുതിയിരിക്കുന്നത് ശരിയാണോ? അല്ല. എന്താണ് പ്രശ്നം? എന്താണ്? IUPAC നിയമപ്രകാരം ഒരു വേർഡും ഒരു നമ്പറും വരണമെന്നുണ്ടെങ്കിൽ, അടുത്തടുത്ത് വരുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ എന്തിടണം? അതിന്റെ ഇടയിൽ നമ്മൾ ഒരു ഹൈഫൻ ഇടണം. സോ ബ്യൂട്ട് ഇങ്ങനെ വേണം എഴുതാൻ വേണ്ടി. ബ്യൂട്ട് 2 ഈൻ. എടാ, അങ്ങനെയാണെങ്കിൽ നിങ്ങളതാ ഈ കോമ്പൗണ്ട് പേരും തന്നെയെന്ന് എഴുതി നോക്കടാ. ഈ കോമ്പൗണ്ട് പേര് തന്നെയെന്ന് എഴുതി നോക്കുക. എനിക്കറിയാം അവിടെ ഒരു കോമ്പൗണ്ട് ഉണ്ടായിരുന്നു, ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾ തന്നെ എന്തായാലും ചെയ്ത് നോക്കുക. ഓക്കെ, സോ ബൈ.